ആ കീങ്ങിതാ. അച്ഛ, ഇനി അച്ഛനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. കാർ സ്റ്റാർട്ട് ആവുമെന്ന് അറിയാലോ. വണ്ടി സ്റ്റാർട്ടായി. എപ്പോഴോ? നീ എത്ര തവണ ശ്രമിച്ചതാ? അനങ്ങിയോ കാറ്? അച്ഛനൊരൊറ്റ തവണ ശ്രമിച്ചപ്പോഴേക്കും കാറ് സ്റ്റാർട്ടായല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് ഇയാൾക്ക് അറിയാൻ ചേച്ചി. അതറിയാവുന്നതുകൊണ്ടാ ആദ്യം കാറെടുക്കാൻ ഇയാൾ പേടിച്ചത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുത്തശ്ശിക്കൊന്നും മനസ്സിലാവില്ല. കണ്ണുണ്ടെങ്കിലും ഇവിടെ നടക്കുന്നൊന്നും കാണാറില്ലല്ലോ മുത്തശ്ശി. ഇനി ഈ കാറ് വിൽക്കുന്നില്ല, ഇതിവിടെ തന്നെ കിടക്കട്ടെ. ശരത്തെ, മനുഷ്യരെ പോലെ തന്നെയാ വണ്ടികളും. അതിനും ഉണ്ടൊരു മനസ്സ്. നിങ്ങള് കേറിയപ്പോ വണ്ടി സ്റ്റാർട്ടാവാതിരുന്നതേ ഈ കാറിന് ശരത്തിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാ. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടക്കേടുണ്ടായെന്ന് കാലമാ തെളിയിക്കേണ്ടത്. അതിനി അധികം താമസമില്ലെന്ന് അറിയാലോ. നിന്റെ കർട്ടൻ വീഴാൻ തുടങ്ങി ശരത്തെ. അധികം വൈകാതെ കയ്യില് വിലങ്ങ് വീഴും. ചേർത്തെ, നിത്യമോള് പറയുന്ന പോലെ തോന്നിയോ നിനക്ക്? നിത്യമോടെ ആത്മാവ് ഈ വീട്ടിൽ തന്നെയുണ്ട്. അത് നിന്നെ കൊണ്ടേ പോകും. എന്താ മോനെ ഇതിന്റെയൊക്കെ അർത്ഥം? എന്താ നീ ശ്രമിച്ചപ്പോ സ്റ്റാർട്ട് ആവാതിരുന്നത്? എനിക്കെങ്ങനെ അറിയാം? അവരെന്തെങ്കിലും പണി ഒപ്പിച്ചു വെച്ച് കാണും. മുത്തശ്ശി കേട്ടല്ലേ അച്ഛൻ പറഞ്ഞത്? നിത്യാണത്ര പ്രിയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതെന്ന്. എങ്കിൽ അവക്ക് അതിനുള്ള തിരിച്ചടി കിട്ടിയിരിക്കും മുത്തശ്ശി. എന്റെ നിത്യക്ക് പകരമാണോ എവിടുന്ന് കയറി വന്ന പ്രിയ? ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഇത് നാശത്തിലേക്കുള്ള പോക. അത് അവക്ക് വയ്യാതെ മനസ്സിലായിക്കോളൂ. അതെ, വീഴ്ച കാണാൻ കാത്തിരുന്നു. എന്താ, എനിക്കതിനുള്ള അവകാശം ഇല്ലേ? ഞാൻ സിദ്ധുവിന്റെ ശത്രുവാണെന്നല്ലേ സിദ്ധുവേടൻ തന്നെ പറയാറ്. എന്നെ ശത്രുവായിട്ട് കാണുന്ന ഒരാളെ എനിക്ക് തിരിച്ചു ശത്രുവായിട്ട് കാണല്ലോ. ശത്രു നശിക്കണമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കാറ്. ഞാനും അത് ചെയ്തു. അതിനെന്താ എത്ര ദേഷ്യപ്പെടാ? അതെ, ടൂറ് കഴിഞ്ഞ് വന്നിരിക്കുകയല്ല കുഞ്ഞളിയൻ, ജയിലിൽ നിന്ന് വന്നതാ. കുറച്ചെങ്കിലും മനസ്സമാനം കൊടുത്താൽ കൊള്ളാം. എന്നോട് കോർക്കാൻ വന്നാൽ ഞാൻ വിടില്ല. അതേത് കൊലകൊമ്പനായാലും. ഞാൻ കാരണമല്ലല്ലോ ജയിലിൽ പോയത്, സ്വന്തം കയ്യിലിരിപ്പുണ്ടല്ലേ. അന്നേ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. മതിയടി പറഞ്ഞത്. ഞാൻ ജയിലിൽ പോയത് എങ്ങനെയാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എന്റെ കാർ ആരോ എടുത്തിട്ടുണ്ട്. ആ ആളെ കണ്ടുപിടിച്ച എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും. എന്നാ പോയി കണ്ടുപിടിക്കുന്നേ. എന്തിനാ എന്നോട് പറയുന്നേ? അതെ, ആദ്യം കുഞ്ഞളിയൻ കണ്ടുപിടിക്കാൻ പോകുന്നതേ പ്രേമയാ. പ്രേമേച്ചെ കണ്ടുപിടിച്ചത് തന്നെ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കുറെ കാലം ആയല്ലോ കണ്ടുപിടിക്കാൻ നടക്കുന്നു. എന്നിട്ട് വല്ല പുരോഗതി ഉണ്ടായോ?